MSF സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെ ഒരുപിടി യുവ നേതാക്കൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു, യൂത്ത് ലീഗ് നേതാക്കളായ TP അഷ്റഫ് അലി, ഷിബു മീരാൻ തുടങ്ങിയവരാണ് പുതുമുഖ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യത. ഫാത്തിമ തഹ്ലിയെ പോലുള്ള വനിതാ നേതാക്കളുടെ പേരും ചർച്ചയിലുണ്ട്. സിറ്റിംഗ് MLA-മാരിൽ ആരൊക്കെ മാറി നിൽക്കും എന്നതിനനുസരിച്ചായിരിക്കും യുവതാരങ്ങളുടെ സാധ്യത. ഷബീർ ഉമർ ചേരുന്നു. ഷബീർ, യുവ നേതാക്കളെ എത്തിക്കുക എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? സിറ്റിംഗ് MLA-മാർ ആരെങ്കിലും മാറി നിൽക്കാനുള്ള സാധ്യത? ധന്യ, തീർച്ചയായും പുതുമുഖങ്ങൾക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം കൊടുക്കണം എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് മതിയായ പ്രാതിനിധ്യം യുവാക്കൾക്ക് നൽകിയിരുന്നു. അതിൻ്റെതായ ഒരു ഫലം, അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കിട്ടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പടയെടുത്തും വലിയ മുന്നേറ്റം പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലടക്കം യുവ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊരു ധാരണയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. ഇതിനോടകം ചോദ്യം ആവർത്തിക്കാമോ? വനിതകൾക്കും കൂടുതൽ സീറ്റ് കൊടുക്കുന്നുണ്ടോ? ധന്യ, വനിതകൾക്ക് ഇത്തവണ സീറ്റ് നൽകും. അത് വനിതാ ലീഗ് ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വനിതകളെങ്കിലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. അതിൽ തന്നെ വനിതാ ലീഗ് നേതാക്കൾക്കായിരിക്കും പ്രാതിനിധ്യം സാധ്യത കൂടുതലുള്ളത്. കാരണം വനിതാ നേതാക്കൾക്ക് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാതിനിധ്യം നൽകിയിരുന്നവരിൽ പലരും ജയിച്ചു കയറുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വനിതാ ലീഗിൽ നിന്നുള്ള നേതാക്കളെ ആയിരിക്കും പരിഗണിക്കുക. ആ നിലയ്ക്ക് 2 പേരെങ്കിലും വനിതകളിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് ലീഗ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ യുവാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ടത് മുസ്ലിം MSF-ന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസിന്റെ പേരാണ്. PK നവാസ് ഇതിനോടകം തന്നെ മത്സരിക്കുമെന്ന ഏതാണ്ട് ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ PK ഫിറോസ് മത്സരിച്ച് തോറ്റ ആ മണ്ഡലത്തിൽ, അതായത് മന്ത്രി V അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ, താനൂർ മണ്ഡലത്തിലായിരിക്കും PK നവാസ് ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാക്കൾ TP അഷ്റഫ് അലി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, മുസ്ലിം ലീഗിന്റെ നേതാവാണ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. ആ നിലയ്ക്കുള്ള നേതാക്കളെ കൂടി മുസ്ലിം ലീഗ് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 പേരെയാണ് യൂത്ത് ലീഗ് എന്ന അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് AK അഷ്റഫ്, ഒപ്പം തന്നെയാണ് ഈ താനൂരിൽ PK ഫിറോസ്, ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എന്നിങ്ങനെ 3 പേരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരിഗണിച്ചതെങ്കിൽ ഇത്തവണ ഒരു 5 പേരെങ്കിലും യുവാക്കളിൽ നിന്ന് പരിഗണിക്കണം എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. താരതമ്യേന UDF-ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാധീനം കുറഞ്ഞ, അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കാത്ത മണ്ഡലങ്ങളിലാകും ഒരു പക്ഷേ പല യുവ നേതാക്കൾക്കും പ്രാതിനിധ്യം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ MSF-ന്റെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള CK നജാഫിൻ്റെതടക്കമുള്ള പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ യുവാക്കളെ പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക, വനിതകൾക്ക് കൂടി ഇടം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തന്നെയാണ്. ശരി ഷബീർ.